ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും തൃശൂരിലെ തോൽവി കോൺഗ്രസിന് ഇപ്പോഴും തലവേദനയാവുകയാണ്. മണ്ഡലത്തിൽ മത്സരിച്ച കെ മുരളീധരൻ കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിൽ KPCC വലിയ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും. ഏറ്റവും ഒടുവിൽ KPCC നേതൃയോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് കെ മുരളീധരന്റെ തീരുമാനം. KPCC UDF നേതൃയോഗങ്ങളാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തുണ്ടായിട്ടും യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മുരളീധരൻ. തൃശൂരിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചുവെന്നാണ് മുരളീധരൻ പറയുന്നത്. തൃശൂരിൽ ജയിച്ചാലേ UDFന് കേരളത്തിൽ ഭരിക്കാൻ കഴിയുള്ളൂവെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർലമെന്റിൽ ഉണ്ടായത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. സംഘടനാ തലത്തിൽ ഉണ്ടായ ചർച്ചകൾ നടന്നു. തൃശൂരിലെ തോൽവി ഏതെങ്കിലും ഒരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞ മുരളീധരൻ KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചയ്ക്കില്ലെന്ന നിലപാടെടുത്തിരിക്കുകയാണ്. നേരത്തെ താൽക്കാലികമായി പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനില്ലെന്നും തൃശൂരിലെ തോൽവിക്കു പിന്നാലെ മുരളീധരൻ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഇതിൽ ചെറിയ മാറ്റം വരുത്തി. വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന നിലയിലേക്ക് മാറിയിരുന്നു. ഇതിനു പിന്നാലെ നേതൃയോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുരളീധരൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അന്വേഷിക്കുന്ന KPCCയുടെ കമ്മീഷനിലെ അംഗങ്ങൾ മുരളീധരന്റെ വീട്ടിലെത്തിയിരുന്നു. മുതിർന്ന നേതാവ് KC ജോസഫും T സിദ്ദീഖുമാണ് കഴിഞ്ഞ ദിവസം രാവിലെയോടെ മുരളീധരന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത്. തുടർന്ന് വൈകിട്ടോടെ ഇവർ മുതിർന്ന നേതാവ് VM സുധീരനുമായി കൂടിക്കാഴ്ച നടത്തി. വടകരയിൽ കഴിഞ്ഞ തവണ ജയിച്ച മുരളീധരനെ അവസാന നിമിഷമാണ് തൃശൂരിലേക്ക് മാറ്റിയത്. ഏറെക്കുറെ വടകരയിൽ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായതിനെ തുടർന്ന് വലിയ തോതിൽ ബാനറുകളും ഫ്ലക്സ് ബോർഡുകളും ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റി നിശ്ചയിക്കുകയായിരുന്നു. ഷാഫി പറമ്പിലാണ് വടകരയിൽ മത്സരിച്ചത്. തൃശൂരിൽ മുരളീധരന് പക്ഷേ കാര്യങ്ങളത്ര എളുപ്പമായിരുന്നില്ല. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും നേതാക്കൾ തമ്മിലെ ഭിന്നതകളും ഒക്കെ നിലനിന്ന മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്കാണ് മുരളീധരൻ പിന്തള്ളപ്പെട്ടത്. ഇവിടെ BJPയുടെ സുരേഷ് ഗോപിയാണ് വിജയിച്ചത്. LDF സ്ഥാനാർത്ഥി PS സുനിൽകുമാർ 2ാം സ്ഥാനത്തെത്തി. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു തൃശൂർ. അതേസമയം പാലക്കാട്ടും കടുംപിടുത്തത്തിലാണ് മുരളീധരൻ. ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് മത്സരിക്കാൻ യോഗ്യനെന്നും BJPക്ക് പാലക്കാട് വിജയിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനിടെ ചേലക്കര പിടിച്ചെടുക്കാനാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവെക്കുകയുണ്ടായി. ഗുരുവായൂർ കഴിഞ്ഞാൽ ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് ചേലക്കര. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ എനിക്കായിരുന്നു ലീഡ്. ലീഗിന്റെ ശക്തി തന്നെയാണ് അതിനു പിന്നിൽ. കോൺഗ്രസും ലീഗും ശക്തമായി പ്രവർത്തിച്ചാൽ ചേലക്കര കൂടെ പോരുക തന്നെ ചെയ്യുമെന്ന് മുരളീധരൻ പറയുന്നുണ്ട്. ചേലക്കരയിൽ K രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് അദ്ദേഹത്തിനുള്ള പിന്തുണ കുറഞ്ഞതുകൊണ്ടല്ലെന്നും നേതാവ് വിശദീകരിച്ചിരിക്കുകയാണ്. രാധാകൃഷ്ണന് ലോക്സഭയിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ വിടാൻ ചേലക്കരക്കാർക്കും. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 5000-ൽ ഒതുങ്ങാൻ കാരണമായത്. ശക്തമായ UDF തരംഗമുണ്ടായ 2001-ൽ പോലും രാധാകൃഷ്ണൻ ചേലക്കരയിൽ വിജയിച്ചു കയറിയിട്ടുണ്ടെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഏതായാലും ഇനി മത്സരിച്ച് തോൽക്കാനില്ലെന്ന് തന്നെയാണ് മുരളീധരൻ പറയുന്നത്.